ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മൂസമ്പി ജ്യൂസാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്ഷീണമൊക്കെ വന്ന് ഒട്ടും വയ്യാന്നൊക്കെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ജ്യൂസ് കുറച്ച് കുടിക്കുവാണെങ്കിൽ നല്ലൊരു ഉന്മേഷമായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മൂസമ്പിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി റിച്ച് ആണ് ഈ മൂസമ്പി. അപ്പോൾ നമുക്ക് ഒരു ജാർ എടുക്കാം. അതിലേക്ക് 2 മൂസമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത മൂസമ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഓരോന്നും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുക്കുന്നത് പോലെ തന്നെ പിഴിഞ്ഞ് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പലപ്പോഴും കുരു കിടക്കുന്നത് കൊണ്ടിട്ട് കുരു എങ്ങാനും ഒരു കുരു ചാടിയാൽ മതി, നല്ല കയ്പ്പായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം പുറത്തിരുന്നാൽ പോലും ഇത് കയ്പ്പ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ തോടുകളൊക്കെ കളയുന്നില്ല, ഇതെടുത്ത് ഇവിടെ വയ്ക്കുവാണ്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടല്ലോ, മൂസമ്പി എസെൻഷ്യൽ ഓയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓറഞ്ച് വെച്ച് ഉണ്ടാക്കാം, മൂസമ്പി വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ വേസ്റ്റും ആയി വരുന്ന സാധനങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പാനിയാക്കിയതാണ്. ഒത്തിരി കുറുക്കി ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അരിച്ചെടുത്താണ്. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. മൂസമ്പിയുടെ കൂടെ ഉപ്പ് ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും അത് വെറുതെ മൂസമ്പി കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒക്കെ ഒന്ന് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ കസ്കസ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കസ്കസ് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ച് ഇതുപോലെ പൊങ്ങി വരുന്നിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൂസമ്പി ജ്യൂസ് ഒത്തിരി നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ കയ്പ്പ് വരും. പക്ഷേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ കൊണ്ടിട്ട് പെട്ടെന്നൊന്നും കയ്പ്പ് വരില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നൊന്നും കയ്പ്പ് വരില്ല. എന്നാലും ഞാൻ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുളക് നടുകെ കീറിയിട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വയ്ക്കുക. അപ്പോഴേക്കും അതിൻ്റെ എല്ലാം ഒന്ന് സെറ്റായി വരും, എരിവൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൂസമ്പി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ ഏജ് കുറഞ്ഞൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താം. അപ്പോൾ മൂസമ്പി അതിൻ്റെ അകത്ത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ഈ വിഭവത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ അതെനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.